ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് അന്ത്യകാലമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ലോകത്ത് സമയമില്ല. ഹല്ലേലൂയ. നമ്മൾ അവസാനത്തെ തലമുറയായിരിക്കും. ഇത് കർത്താവ് വേദത്തിൽ പറഞ്ഞ പോലെ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ജാതി ജാതിയോടും രാജ്യത്തോടും എതിർക്കും. യുദ്ധങ്ങൾ, സാമങ്ങൾ, ഭൂകമ്പങ്ങളും മഹാമാരികളും കൊടുങ്കാറ്റുകളും അവിടെ ഉണ്ടാകുന്നു. എല്ലാം ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഇനി സമയമില്ല. ഒരുങ്ങണം ദൈവമക്കളെ, നമ്മൾ ഒരുങ്ങണം. കർത്താവിൻ്റെ അടുത്ത് അടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഓരോരോ ദിവസവും, ഓരോരോ മിനിറ്റും, ഓരോരോ സെക്കൻഡും കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. ദൈവവും നമ്മൾക്കും ഒരു ബന്ധം വേണം. അങ്ങനെയുള്ള മാത്രമേ സ്വർഗരാജ്യത്തിൽ കടന്നു പോവുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മളിങ്ങനെയുള്ള സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഈ സ്ത്രീക്ക് വട്ടാണ്. നാളെ ലോകം അവസാനിക്കാൻ പോകുകയല്ല, ഈ സ്ത്രീ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയും. നോഹ ലോകം അവസാനിക്കാറായി എന്ന് പറഞ്ഞ് നോഹ പേടകം പണിയുമ്പോൾ എല്ലാവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അവരാരും കേട്ടില്ല. ദൈവം നോഹേനെയും കുടുംബത്തെയും രക്ഷിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ദൈവമേ, അങ്ങയുടെ വരവ് എപ്പോഴാണ്, എങ്ങനെയായിരിക്കും? നോഹയുടെ കാലം പോലെ ഇരിക്കുന്നു. ഈ ഭൂമിയിൽ എന്തെല്ലാം അക്രമങ്ങളും മ്ലേച്ഛതകളാണ് നടക്കുന്നത്. ഓരോരോ ദിവസം ഈ ഭൂമിയിൽ നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ നമ്മൾക്ക് മതിയും ഗതിയാകുകയാണ്. അത്രമാത്രം വേദനകളും ഭയാനകവുമായിരിക്കുകയാണ് ഈ ലോകം. ഈ ലോകം എന്തിനു നോക്കി പോണു? ആരെ കാത്തിരിക്കണ്? ആരിനെ കൊണ്ടുവരാൻ പോണ്? എന്തിനു വേണ്ടി യുദ്ധങ്ങൾ നടക്കണ്? ആർക്കെങ്കിലും അറിയോ? ചിലവർക്ക്, ചുരുക്കം പേര് മാത്രമേ അത് അറിയുള്ളൂ. ബാക്കി ജനങ്ങൾക്ക് അറിയില്ല. അവർ രാവിലെ എണിച്ച് പണിക്ക് പോവും, വൈകുന്നേരം ഉറങ്ങും. പിന്നെ രാവിലെ എണിച്ച് പണിക്ക് പോവും, വൈകുന്നേരം ഉറങ്ങും. കുടുംബകാര്യം നോക്കും, നടക്കും. വീട് കെട്ടണം, പണം ഉണ്ടാക്കണം, മക്കളെ വിദേശത്തേക്ക് അയക്കണം. വിദേശത്ത് ഇപ്പം എന്തെല്ലാം സംഭവിക്കുന്നത് ഇതാരും അറിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഓരോരോ ദിവസവും നമ്മൾ ദൈവത്തോട് അടുക്കണം ദൈവമക്കളെ. സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.